ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പം ഇന്നും നമ്മുടെ ഒരു സ്ഥിരം ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബറുണ്ട്. പുള്ളി അയച്ചു തന്നൊരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. തുടങ്ങാം. രാവിലെ തന്നെ വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് വേണം രാജേട്ടൻ്റെ കൂടെ പാലെടുക്കാൻ പോവാൻ. ഞങ്ങൾക്ക് സ്വന്തമായ റബ്ബറും തോട്ടമുണ്ട്. 300 മരങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ ഭർത്താവാണ് വെട്ടുന്നത്. രാമേട്ടനെ സഹായിക്കാൻ ഒരു ഹിന്ദിക്കാരൻ പയ്യനുണ്ടായിരുന്നു. അവനിപ്പോൾ നാട്ടിൽ പോയേക്കുവാണ്. അതുകൊണ്ട് പാലെടുക്കാൻ ഇപ്പോൾ ഞാൻ കൂടെ പോകും. ഞാൻ സുലോചന. ഞാനും രാമേട്ടനും 2 മക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. മകൾ കല്യാണം കഴിച്ചു പോയി. അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പ്രണയിച്ചു. ആ പ്രണയം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ആദ്യം നീ പഠിക്ക്, പഠിത്തം കഴിയുമ്പോൾ നിന്നെ കെട്ടിച്ച് വിടാം. മോളത് കേട്ടു. അവളുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കെട്ടിച്ചു വിട്ടു. അതും അടുത്ത് തന്നെയാണ് ആ പയ്യൻ്റെ വീട്. ഞങ്ങൾ ഉണ്ണിയെന്ന് വിളിക്കും. ഉണ്ണിയും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, മമ്മി എനിക്ക് അശ്വതിയെ ഇഷ്ടമാണ്, അവളെ ഞാൻ കെട്ടിക്കോളാം എന്ന്. ഞാൻ അവനോട് അന്ന് പറഞ്ഞിരുന്നു, ഉണ്ണിക്കുട്ട അവളുടെ പഠിത്തം കഴിയട്ടെ. അവൻ അപ്പോൾ ഒരു IT കമ്പനിയിൽ ജോലിക്ക് കയറിയ സമയമാണ്. ഉണ്ണിയെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. രാമേട്ടനും പറഞ്ഞു, ആ പയ്യൻ കൊള്ളാട്ടോ. അങ്ങനെ മോളുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് വന്നു. പെണ്ണ് ചോദിച്ചു. അങ്ങനെ കല്യാണം നടത്തി. ഇളയ മോൻ ചെന്നൈയിൽ എൻജിനീയറിംഗ് പഠിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ മോള് ഓൺലൈനായി പഠിച്ച് BEd എടുത്തു. ഇപ്പോൾ സ്കൂളിൽ ടീച്ചറായി പഠിപ്പിക്കുന്നു. ഉണ്ണിക്കുട്ടനും മോളും പുതിയ വീട് വെച്ച് താമസം തുടങ്ങി. ഉണ്ണിക്കുട്ടൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. മോള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് ചെല്ലും. കുഞ്ഞിനെ നോക്കുന്നത് ഞാനാണ്. മോൻ മുറിയിൽ കയറി വാതിലടച്ചാൽ പിന്നെ ഒരു സമയമാകുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ചില ദിവസം ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ജാനകി ചേച്ചി വരും. കൂടെ സത്യേട്ടനും കാണും. ഞങ്ങളൊക്കെ 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ്. ഇവരെയൊക്കെ എനിക്ക് നേരത്തെ മുതൽ അറിയാം. ഞങ്ങൾ പരിചയക്കാരായിരുന്നു. എന്നോട് ഉണ്ണിക്കുട്ടൻ ഒരുപാട് തമാശ പറയും. ഞാനും പറയും. രാവിലെ മിക്കവാറും ദിവസം ഞാൻ അവൻ്റെ വീടിൻ്റെ അതിലേ നടക്കാൻ വരും. അവൻ എപ്പോഴും ആരോഗ്യം നോക്കും. ആളൊരു ജിമ്മനാണ്. 25 വയസ്സിലും നെഞ്ചിലും കയ്യിലും നല്ല മസിലുണ്ട്. ഷർട്ട് ഊരിയിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ വെളുത്ത ശരീരത്തിൽ മസിഞ്ഞ് തെളിഞ്ഞ് കാണാം. രാവിലെ ചെല്ലുമ്പോൾ എന്നോട് പറയും, മമ്മി ഫുഡ് കഴിച്ചായിരുന്നോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ കഴിച്ചിട്ടാ മോനെ പോകുന്നത്. ഇല്ലേ ഫുഡ് കഴിക്കാം. ഞാൻ ചിരിക്കും. അപ്പോൾ അവൻ പറയും, മമ്മിയുടെ ചിരി കാണാൻ നല്ല രസവാ, നീ ചുമ്മാ പൊക്കാതെ. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, സത്യമല്ലേ മമ്മി, മമ്മി ഇപ്പോഴും സുന്ദരി തന്നെയാ. ഡാ മോനെ, എന്താ മമ്മിക്ക് സംശയമുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. ഞാനും ചിരിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, മമ്മി ഇപ്പോഴും ഒരുങ്ങി ഇറങ്ങിപ്പോയാൽ ആണുങ്ങൾ പിറകെ വരും. ഞാൻ ചിന്തിച്ചു, അത് ശരിയാ. എൻ്റെ പിറകെ പലരും വായി നോക്കി നിൽക്കാറുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ എന്നെ നോക്കി പലരും കമൻറ്റ് പറയും. ഞാനതൊന്നും വകവയ്ക്കാറില്ല. എൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതൊക്കെ ആലോചിച്ചു. ചിലരൊക്കെ എന്നെ സുലോചനെ എന്നതിന് പകരം സുലു എന്ന് വിളിക്കും. എൻ്റെ ഭർത്താവ് രാമേട്ടൻ എന്നെ സുലോചനെ എന്നേ വിളിക്കൂ. പുള്ളിക്ക് എന്നെ പ്രേമിക്കാനൊന്നും നേരമില്ല. പുള്ളിക്ക് റബ്ബർ വെട്ടണം, പാലെടുക്കണം എന്ന ചിന്തയേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യാൻ പുള്ളിക്ക് ആഗ്രഹമില്ലെന്ന് തോന്നും. ചില ദിവസം ഉണ്ണിക്കുട്ടൻ പറയും, മമ്മിക്ക് മോഡേൺ നൈറ്റിയൊക്കെ ഇട്ടുകൂടെ? ഞാൻ ചിരിച്ചിട്ട് പറയും, അതൊക്കെ നീ അശ്വതിക്ക് വാങ്ങിക്കൊടുക്ക്. എൻ്റെ മമ്മി, അവൾക്ക് സ്കൂളിൽ പോകണം, കുട്ടികളെ പഠിപ്പിക്കണം എന്ന ചിന്തയേ ഉള്ളൂ. ഞാൻ പുഞ്ചിരിച്ചു. അവൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മമ്മി ഞാൻ അവളോട് കുറേ നാളായി പറയുക. ഞാൻ ഉണ്ണിക്കുട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് സോഫയിൽ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, മമ്മി ഒരു കുഞ്ഞുകൂടി വേണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ തിന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ചിരിച്ചു പോയി. മമ്മി ചിരിക്കല്ലേ, എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കാര്യം മനസ്സിലായി. ഇവനെ മോള് കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു നിരാശ അവൻ്റെ മുഖത്തുണ്ട്. ഞാൻ ചിന്തിച്ചു, കളി കിട്ടാത്തൊരു ഫീലിങ്സ് അവനുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു.
ഞാൻ രാവിലെ അവിടെ ചെല്ലുമ്പോൾ മോള് പോകാനായി ഒരുങ്ങിയിറങ്ങി എന്നോട് സംസാരിച്ചിട്ട് അവൾ 2 വീലറിൽ കയറിപ്പോയി. ഞാൻ അടുക്കളയിൽ കുഞ്ഞിനുള്ള കുറുക്ക് ശരിയാക്കി കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞ് പാത്രം കഴുകുമ്പോൾ എന്നെ പിറകിൽ നിന്ന് ഉണ്ണിക്കുട്ടൻ കെട്ടിപ്പിടിച്ചു. ഞാൻ അനങ്ങാതെ നിന്നു. അവൻ എൻ്റെ വയറിലും തഴുകി എൻ്റെ മുതുകിൽ ഉമ്മ വെച്ചു. എൻ്റെ പിന്നിലേക്ക് അവൻ്റെ അര മുട്ടിച്ചു. എൻ്റെ പിന്നിൽ അവൻ അമരുന്നുണ്ട്. എനിക്ക് കാര്യം മനസ്സിലായി. ഇവൻ എന്നോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. ഞാനും കളിസുഖം അറിയാൻ കൊതിക്കുന്ന പെണ്ണാണ്. എൻ്റെ ഏറ്റവും വലിയ സുഖം എന്നത് തന്നെ ഈ സുഖമാണ്. എനിക്കിഷ്ടമാണിതൊക്കെ. ഒരു നേരം ഫുഡ് കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പകരം ആരേലും എന്നെ എടുത്തൊന്ന് പെരുമാറിയാൽ മതി. അവന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ചു നേരം അവന് നിന്നങ്ങ് കൊടുത്തു. പിന്നീട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തു പറയാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാനത് നമ്മുടെ ടെലഗ്രാം പ്രീമിയം ചാനലിൽ വിശദമായിട്ട് പറഞ്ഞേക്കാം കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.